അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്താ പറഞ്ഞെങ്കിൽ, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു നഴ്സറിക്ക് വന്നേ. ഏത് നഴ്സറി പറഞ്ഞാൽ അവക്കാഡോ. ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാട്ടിത്തരാം. ഇതന്നെ നമ്മളുടെ അവക്കാഡോ, ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുമോ. ഇത് കേരളക്കാർക്കെല്ലാം ഏകദേശം ഇതിൻ്റെ പറ്റിയിട്ട് അറിയാം. അപ്പോൾ ഇതിൻ്റെ വിവരങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇതിവിടെ ഈ പ്ലാസ്റ്റിക് കെട്ടിയത് എന്ത് കാട്ടീന്, ഇത് ക്രാഫ്റ്റ് ആക്കിയിട്ടുള്ളത്. ഇവിടെ കസി കെട്ടൽ എന്ന് പറയുമോ. അത് കെട്ടിയിട്ട് അതിൻ്റെ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞിട്ടുള്ളത്. ഇതിവിടെ കണ്ട ഇത് അതിൻ്റെ കുരു. ഇപ്പോൾ ഇത് കസി കെട്ടിയിട്ട് സൈഡത്തെ റെക്കെല്ലാം കട്ടാക്കിയിട്ട് ഈ പ്ലാസ്റ്റിക് ഉണ്ടല്ലേ, ഇതിനെ ഇങ്ങനെ ആക്കി അതിനെ പ്ലാസ്റ്റിക് കവറാക്കിയിട്ട് അതിനെ അവിടെ നിന്ന് നേരെ കൊണ്ടുപോയിട്ട് ഇതിങ്ങനെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ കെട്ടിവെക്കും. ഇതിക്ക് ഇത്ര ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ദിവസം വരെ ಸ್ವಲ್ಪ ഓപ്പൺ ಮಾಡಿ. ആ ദിവസം വരെ ഇതിങ്ങനെ മൊത്തം പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ കവറാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും. ഈ കസി കട്ടിയതോ അതിനെടുത്തിട്ട് ഇതിവിടെ കണ്ടല്ലേ, ഇങ്ങനെ കവറാക്കും. കവറാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വലിയ കൂടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും. ഇതൊരു ചെറിയ ചൂടെല്ലാം വേണം, പിന്നെ ഒരു ഇച്ചിരി മോയ്സ്ചർ വേണം. അപ്പോൾ ഇതിവിടെ കണ്ടല്ലേ, ഇങ്ങനെ ഈ ബെസർപ്പെല്ലാം ഇറങ്ങണം പ്ലാസ്റ്റിക്കിൻ്റെ കൂടെ. എന്നിട്ടത് ഇങ്ങനെ ഇല പൊട്ടിയിട്ട് വരുമ്പോൾ അവർ ആ കവറിനെ എടുത്തിട്ട് അതിൽ ഏതെല്ലാം റെഡി ആയിന് അതിനെല്ലാം എടുത്തിട്ട് പുറത്ത് വെക്കും. ആ പുറത്ത് വെച്ചതിനെ കാട്ടിത്തരാം. ഇതന്നെ നഴ്സറി, ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെ. ഇത് റെഡിയായിട്ട് പുറത്തെടുത്ത് വെച്ചിട്ടുള്ളത്. എന്താ കാണാൻ നല്ല പാങ്ങില്ലേ. ഇതെല്ലാം ക്രാഫ്റ്റ് ആക്കിയിട്ടുള്ള ചെടികൾ, കസിയാക്കിയിട്ടുള്ളത്. ഇതന്നെ അവക്കാഡോ. ഇത് പിന്നെ ഇങ്ങനെ നമ്മളുടെ ഈ കസി ചെയ്തെങ്കിൽ ചെടി കുറേ ആയിട്ടൊന്നും പോവില്ല. ഒരു 6-7 അടിയിൽ തന്നെ ഇത് പൂക്കാൻ തുടങ്ങും. നല്ല കൂടുതൽ കായും കിട്ടും. എന്നിട്ട് നമ്മൾക്ക് ഇതിൻ്റെ കസി കെട്ടുന്നതിനെ ഒന്ന് കാട്ടാം. ഇവർ നമ്മുടെ ഫ്രണ്ട് തന്നെ സ്വന്തം ഇവർ തന്നെ കസി കെട്ടിക്കൊണ്ടുണ്ട്. കട്ടിയാണോ നോടണ. ഇത് സെൻറ്റർ കട്ടാക്കിയിട്ട് ഇത് ಬೇರೆ അಲ್ವಾ? ಬೇರೆ. ഇത് ಬೇರೆ ഒരു ചെറിയ കൊടി. അതിനത് സെൻറ്റർ ചീന്തിയിട്ട് അവിടേക്ക് വെച്ചിന്. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് എടുത്തിട്ട് ക്ലിയർ ആയിട്ട് അതിക്ക് ചുറ്റിയിട്ട് ಎಷ್ಟು ದಿನದಲ್ಲಿ ಚಿಗುರು ಬರ್ತದಣ್ಣ? 20 ದಿವಸ. ഇതിങ്ങനെ എടുത്ത് വെച്ചതോ 20 ദിവസത്തിൽ ഇതിൽ ഈ മുകളിൽ മുളയ്ക്കും വേറെ. ഇതെന്താ പറഞ്ഞാൽ, ഇത് ഈ കുറുന്ന് വന്ന ചെടി അതിനെ ഇവിടേക്ക് കട്ടാക്കിയിട്ട് വേറെ അതിനെ ജോയിൻ്റ് ആക്കിയിട്ട് ഇത് ഇങ്ങനത്തെ ഒരു കെട്ടിട്ടുന്നു. എന്നിട്ട് ആക്കിയതിനെല്ലാം അപ്പുറം വെച്ചിന്. അതിൻ്റെ അടുത്ത പ്രൊസീജിയർ കവറിങ് ആക്കിന്. എന്നിട്ട് നെക്സ്റ്റ് ഇല്ലതെല്ലാം ഞാൻ പറഞ്ഞില്ല, അതേ പ്രൊസീജിയറിൽ ഇതിനെ ഫോളോ ആക്കൽ. ഒന്ന് കാട്ടാം. ഇത് നല്ലൊരു ചെടി. അത് കട്ടായി സെൻറ്ററിലൊരു ഭാഗമായി. എന്നിട്ട് അതിലൊരു നല്ല ഒരു സെലക്ഷനായ ചെറിയൊരു കൊടിയെടുത്ത് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് കയറ്റി. എന്നിട്ട് ഈ പ്ലാസ്റ്റിക്കിനടുത്ത് കെട്ടി. ഇതന്നെ നമ്മുടെ ഫ്രണ്ട് ഇവരുടേത് നഴ്സറി സ്വന്തമായിട്ട് ആക്കിക്കൊണ്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ കഥകൾ. ആ നഴ്സറിയിൽ നിന്ന് ഒരു 4 ചെടി നമ്മളും കൊണ്ടുവന്ന് ധന്യേൻ്റെ അടുത്ത് കൊടുത്തിന്. അപ്പോൾ ഇത് വീട്ടിൻ്റെ ഇമ്മർത്ത് നടാം അല്ലേ. എന്താ പറഞ്ഞാൽ, ഇത് കസിയായ കൊണ്ട് കൂടുതൽ ഹൈറ്റ് വരില്ല. അപ്പോൾ നമ്മളുടെ അടുത്ത് ഒരു ചെറിയ മാങ്ങ മരമുണ്ട്, ഇത് കസി തന്നെ. അതിൻ്റെ കൂടെ ഈ ബട്ടർ ഫ്രൂട്ടും
സ്ഥലമില്ല ഇവിടെ നടാൻ. ഇല്ല സ്ഥലത്തിൽ ഇതിനെ നടാം. എന്താ പറഞ്ഞാൽ ഹൈറ്റ് കുറവായ കൊണ്ട്. അതെ. അപ്പോൾ നമ്മൾ ചെടി പോയിട്ട് എടുത്തിട്ട് വന്നിന് നല്ല ചെടി. അപ്പോൾ ഇത് നമ്മളുടെ ഫ്രണ്ടിൻ്റെ നഴ്സറി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാട്ടിക്കൊടുത്തിന്. പിന്നെ കേരളത്തിൽ ഈ അവക്കാഡോ ഭയങ്കര ഡിമാൻഡ്. ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 1-2 അല്ല, ബൾക്കായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാനിപ്പോൾ നമ്മളുടെ ഫ്രണ്ടിൻ്റെ നമ്പർ ഇതിൽ കൊടുക്കാം. ഇത് പിന്നെ പ്രൊമോഷൻ വീഡിയോ അല്ല, എന്തോ ഒരു ആവശ്യത്തിന് അവരെ കാണാൻ വരുമ്പോൾ പിടിച്ചിട്ടുള്ള വീഡിയോ എനിക്ക് എടുക്കണമെന്ന് തോന്നി. എന്താ പറഞ്ഞാൽ നമ്മൾ എടുത്തുകൊണ്ടേ പണിയല്ലേ ഇത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ട് അവരുടെ നമ്പർ തന്നെ ഇതിൽ ഞാൻ കൊടുക്കാം. ബൾക്കായിട്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ട് പറഞ്ഞെങ്കിൽ അവർ തന്നെ അതിൻ്റെ വിവരം പറയോ, നിങ്ങൾക്ക് എത്തിച്ച് തരും. അപ്പോൾ അടുത്ത നല്ല വിശേഷങ്ങളുമായിട്ട് വന്നിട്ട് കാണാം. ബായ്.